പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും എക്കാലത്തും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും എന്നുള്ളത്. ചിലരുടെ ജീവിതത്തിൽ വേഗത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും, ചിലരുടെ ജീവിതത്തിൽ വളരെ ലേറ്റായി ദൈവപ്രവൃത്തി വെളിപ്പെടും. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കൊതിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ചിലരോടുള്ള ഒരു ആത്മീക സന്ദേശമാണ് ഇന്നത്തെ വചനം. ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു വചനമാണ് ഇന്നത്തെ സന്ദേശം. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. പ്രവാചകൻ പ്രവചിക്കുകയാണ്, നിങ്ങളുടെ കാലത്തു തന്നെ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ശബ്ദമാണ് ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും. ഇവിടെ പ്രവർത്തിക്കാൻ കൊതിക്കുന്നൊരു ദൈവത്തെയും അതിനെ തടയുവാൻ ശ്രമിക്കുന്നൊരു ശത്രുവിനെയും കാണും. എന്നാൽ ശത്രു എത്ര കരുത്തോടെ തടഞ്ഞാലും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അബ്രഹാമിന്റെ പ്രത്യേകത എന്താന്ന് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ ധന്യനായ പൗലുസ്ലീഹ വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. അതെന്താണെന്ന് ബൈബിളിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യം. സ്തോത്രം. അവൻ വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് അബ്രഹാം പൂർണ്ണമായി ഉറച്ചു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നീ കേട്ട ശബ്ദം, നീ കേട്ട ദൈവാലോചന, നീ കേട്ട വചനം നിന്റെ ലൈഫിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് ഉറപ്പായി നിങ്ങൾ വിശ്വസിക്കണം. വീണ്ടും പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും. ഇവിടെ പ്രവാചകൻ വെളിപ്പെടുത്തുകയാണ്, ആ പ്രവൃത്തി എന്ന് വെളിപ്പെടും? നിങ്ങളുടെ കാലത്തു തന്നെ അത് വെളിപ്പെടും. നിങ്ങൾ നല്ല ആരോഗ്യത്തോടിരിക്കും, സ്തോത്രം, നിങ്ങളുടെ നല്ല പ്രായത്തിൽ ആ പ്രവൃത്തി വെളിപ്പെടും. അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തി ഉടനെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതാണ് ഇന്നത്തെ ദൈവത്തിന്റെ സന്ദേശം. തടസ്സങ്ങൾ വഴിമാറി, പ്രതിബന്ധങ്ങൾ വഴിമാറി നിങ്ങളുടെ ലൈഫിൽ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി ദൈവം തുറന്നു വിടാൻ പോവാം. എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ ആ പ്രവൃത്തി എന്നിലേക്ക്, എൻ്റെ ലൈഫിലേക്ക് തുറന്നു വിടണമേ. ഒന്നൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഒരു വലിയ ദൈവപ്രവൃത്തി അവരിലേക്ക് ദൈവം അയക്കണം. അവരുടെ തടസ്സങ്ങൾ മാറ്റണം, പ്രതിബന്ധങ്ങൾ മാറ്റണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി ഉടനെ വെളിപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഗോഡ് ബ്ലസ് യു.